ഗംഗാ നദിയിലൂടെ ഇങ്ങനെ മറക്കാനാവാത്ത അഡ്വഞ്ചർ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അഡ്വഞ്ചർ വീഡിയോ ചെയ്താലോ? അവർ തന്ന ആപ്ലിക്കേഷൻ ഫോം എല്ലാം ഫില്ല് ചെയ്ത് എൻ്റെ ബോട്ടും ജീപ്പിൽ കയറ്റി എനിക്ക് പുറപ്പെടേണ്ട ഡെസ്റ്റിനേഷനിൽ ഞാൻ എത്തി. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ അഡ്വഞ്ചർ ആക്ടിവിറ്റിയിൽ ഒന്നാണ് റിവർ റാഫ്റ്റിംഗ്. അതിന് ഫേമസ് ആയ ഒരു സ്പോട്ടാണ് ഈ ഋഷികേശം. ഒരു ബോട്ടിൽ ഒരു 8 അല്ലെങ്കിൽ 10 അങ്ങനെ ഒരു കണക്കിലാണ് ഇവർ കൊണ്ടുപോകുന്നത്. അവിടെ എത്തുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ബോട്ടുകളായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഋഷികേശിൽ ഈ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റിക്ക് ഇത്ര ഫേമസ് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഹിമാലയത്തിൻ്റെ താഴ്വരയിലൂടെ ഒഴുകുന്ന ഗംഗയിലെ ശക്തമായ വെള്ളച്ചാട്ടലും പാറക്കെട്ടുകളുടെ റാപ്പിഡും ചേർന്ന ഒരു അനുഭവം അത് ജീവിതത്തിൽ മറക്കാനാവാത്തതാണ്. റാഫ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഇൻഫ്ലേബർ റാഫ്റ്റ് സാധാരണയായി ഒരു ട്രെയിനർ റിവർ ഗൈഡ് ആൾ പിന്നാലെ ഉണ്ടാവും. അയാളുടെ വരുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചായിരിക്കും നമ്മളെല്ലാം മുന്നോട്ട് പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ഈ ലൈഫ് ജാക്കറ്റ്, ഹെൽമെറ്റ്, പാഡിൽ എല്ലാം അവർ തരും. പാറക്കെട്ടുകളുടെ റാപ്പിഡ് വരും. ആ ഒരു സമയത്താണ് നമ്മൾ നന്നായിട്ട് തുഴയേണ്ടത്. എന്നാൽ മാത്രമായിരിക്കും നമ്മുടെ റാഫ്റ്റ് മുന്നോട്ട് പോകുക. ഇല്ലാത്ത സമയത്ത് ഇതേപോലെ നിശ്ചലമായിട്ട് ഭംഗി ആസ്വദിച്ചിരിക്കുക. പിന്നെ സേഫായ സ്ഥലത്ത് അവർ റാഫ്റ്റ് നിർത്തിത്തരും. നമുക്ക് നീന്താൻ അറിഞ്ഞാലും ഇല്ലെങ്കിലും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലൈഫ് ജാക്കറ്റ് നമുക്ക് വെള്ളത്തിലേക്ക് എടുത്തു ചാടാം, നന്നായിട്ടൊന്ന് നീന്തി കുളിക്കുക. ഗംഗാജലയിൽ കുളിച്ചു എന്നൊരു വിശ്വാസം നമുക്ക് മനസ്സിലുണ്ടാവും. വെള്ളം നല്ല തണുപ്പുണ്ടായിരുന്നു, കാരണം മലമുകളിൽ നിന്ന് വരുന്നില്ലേ. അതൊക്കെ ഒന്ന് നീന്താൻ അറിയുകയാണെങ്കിൽ അത്രയും കൂടി അടിപൊളിയായിരിക്കും. റാഫ്റ്റും പിടിക്കേണ്ട ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതെന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് തുഴയാൻ പറ്റൂ. അല്ലെങ്കിൽ 18 കിലോമീറ്റർ നമുക്ക് നമ്മളെല്ലാവരും ടയർഡാവും. ഫസ്റ്റ് ഹാൻഡ് നമ്മുടെ റാഫ്റ്റിൻ്റെ മേൽഭാഗം, രണ്ടാമത്തെ ഹാൻഡ് റൈറ്റ് ഹാൻഡ് അത് റാഫ്റ്റിൻ്റെ താഴ്ഭാഗം. അതിൻ്റെ മൂവ് അനുസരിച്ചായിരിക്കും നമ്മളെല്ലാവരും മുന്നോട്ട് പോവുക. സത്യം പറഞ്ഞാൽ ഒരു റാഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടീം വർക്കാണ്. എല്ലാവരും നന്നായി റാഫ്റ്റ് ചെയ്താൽ മാത്രമായിരിക്കും നമ്മളത് മുന്നോട്ട് പോകുക. ഇവിടെ റാഫ്റ്റിംഗ് റൂട്ട്സ് എല്ലാം വേറെ വേറെയാണ്. ഒന്ന് ബ്രഹ്മപുരിയിൽ നിന്ന് ഋഷികേശിലേക്ക് ഏകദേശം 9 കിലോമീറ്ററാണ്. അതൊരു ഗ്രേഡ് 2 പോലെയാണ്. അതായത് അധികം നമുക്ക് ഡേഞ്ചറസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് 16 കിലോമീറ്റർ ശിവപുരിയിൽ നിന്ന് ഋഷികേശിലേക്ക്. അത് കൂടുതലായിട്ട് റാപ്പിഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ മറൈൻ ഡ്രൈവ് ടു ഋഷികേശ് ഏകദേശം 25 കിലോമീറ്റർ നിങ്ങൾ റാഫ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് ഏറ്റവും കൂടുതൽ അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിളാണ്. പിന്നെ ഉള്ളതാണ് ഏറ്റവും ടോപ്പ് 36 കിലോമീറ്റർ 6-7 മണിക്കൂർ വരെ നിങ്ങൾ റാഫ്റ്റ് ചെയ്യേണ്ടി വരും. കൗഡല്യാവുന്ന ഋഷികേശിലേക്ക്. അതൊരു ഗ്രേഡ് 3 ഗ്രേഡ് 4 ആണ്. ഭയങ്കര ഡേഞ്ചറസ് ഉള്ള റാപ്പിഡുകളൊക്കെ ഉണ്ടാവും. ഇവിടെ വരുന്ന ഓൾമോസ്റ്റ് ആൾക്കാർ 9 കിലോമീറ്റർ അല്ലെങ്കിൽ 16 കിലോമീറ്ററാണ് ചൂസ് ചെയ്യുന്നത്. 25-ലും 36 കിലോമീറ്ററൊക്കെ ചൂസ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ രാവിലെ തന്നെ പോകേണ്ടി വരും. അതിനൊക്കെ ആൾക്കാർ കുറവാണ്. റിവർ റാഫ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ മുതൽ ജൂണിനുള്ളിൽ വരിക. അത് കഴിഞ്ഞ് മൺസൂൺ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ശക്തമായ മഴക്കാലം കൊണ്ട് ഇത് നിർത്തലാക്കും. ഈ ഒരു അഡ്വഞ്ചറിൻ്റെ മെയിൻ എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു അംഗീകൃത വിശ്വസനായിട്ടൊരു ഓപ്പറേറ്ററാണ് തിരഞ്ഞെടുക്കാൻ. പിന്നെ ലൈഫ് ജാക്കറ്റ്, ഹെൽമെറ്റ് അതൊക്കെ പരമാവധി നല്ലതാണെന്ന് നോക്കുക, നിർബന്ധമായിട്ട് ധരിക്കുക. പിന്നെ ഓപ്പറേറ്റർ അല്ലെങ്കിൽ റിവർ ഗൈഡൻസ് അയാളുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പാലിക്കുക എന്ന് പറയുന്നത്. ഇതിൻ്റെ ചിലവ് എത്രയാണ്? ഞാനെടുത്തത് 16 കിലോമീറ്റർ ആയിരുന്നു. അതായത് 500 രൂപ. അവർ ചോദിക്കും നിങ്ങൾക്ക് ഫോട്ടോസോ വീഡിയോസോ വേണോ, അതിന് വേറെ നമ്മൾ എക്സ്ട്രാ കാശ് കൊടുക്കണം. നമ്മുടെ കൂടെയുള്ള ടീമുകൾ അവർ ബില്ലിംഗ് ആണെങ്കിൽ അത് ഇത്തിരി കൂടെ റേറ്റ് കമ്മിയാക്കി കിട്ടും. ഇവിടെ തന്നെ അവർ കോംബോ ഓഫേഴ്സ് നൽകുന്നുണ്ട്. ഈ ഋഷികേശത്തിന് ബങ്കി ജമ്പിങ്ങും ട്രക്കിങ്, ക്യാമ്പയിൻ, യോഗ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടി എടുക്കുകയാണെങ്കിൽ ഇത്രയും കൂടി നിങ്ങൾക്ക് റിവർ റാഫ്റ്റിങ്ങിന് റേറ്റ് കമ്മിയാക്കി തരും. നിങ്ങൾ ബങ്കി ചെയ്യണമെങ്കിൽ വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ബങ്കി ജമ്പായ പൊക്കാർ നേപ്പാളിൽ ചെയ്തായിരിക്കും ഏറ്റവും ഉചിതം. ഇവിടെ നിന്ന് അത്ര പോരാ, എൻ്റെ ഒരു അഭിപ്രായമാണ്. ഒരുപാട് ആൾക്കാരുടെ ഡൗട്ട് ഉണ്ടായിരുന്നു നീന്തൽ അറിയാത്തവർക്കും ഇത് ചെയ്യാൻ പറ്റുമോ എന്ന്. സുഖമായി ചെയ്യാം. നമുക്ക് ഓൾറെഡി അവർ ലൈഫ് ജാക്കറ്റ് തരുന്നുണ്ട്. പിന്നെ അത്രയും സേഫ്റ്റി പ്രിക്കോഷൻസിലൂടെയാണ് ട്രെയിനർമാരെല്ലാം നമ്മൾ കൊണ്ടുപോകുക. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ 9 കിലോമീറ്റർ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അതാകുമ്പോൾ സിമ്പിളാണ്,
2-3 റാപ്പിഡൊക്കെ ഉണ്ടാവും. നല്ലൊരു അഡ്വഞ്ചറാണ്. നിങ്ങൾക്ക് രാവിലെ നേരത്തെ തന്നെ റാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതാകുമ്പോൾ അധികം ക്ഷീണം ഉണ്ടാവില്ല. ചില ആൾക്കാർ 1-2 പ്രാവശ്യം അടുപ്പിച്ച് ചെയ്യുന്നവരുണ്ട് ഒരു ദിവസം തന്നെ. ഈ റാഫ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഡ്രസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വാട്ടർ പ്രൂഫ് ഡ്രസ്സുകളെല്ലാം കിട്ടും. പിന്നെ എൻ്റെ വക ഒരു ടിപ്സ്, ഒരിക്കലും മൊബൈൽ യൂസ് ചെയ്യരുത്. എപ്പോഴാണ് മൊബൈൽ വെള്ളത്തിൽ പോകുക ഒരു പിടുത്തം ഉണ്ടാവില്ല, പോയി കഴിഞ്ഞാൽ കിട്ടത്തുമില്ല. ഞാൻ ഇതുവരെ ചെയ്ത അഡ്വഞ്ചറിൽ ഏറ്റവും ഇഷ്ടമായതാണ് ഈ റിവർ റാഫ്റ്റിംഗ് ആണ്. നിങ്ങൾ വരികയാണെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വരിക. ആ കിട്ടുന്ന നിമിഷങ്ങൾ അതൊന്ന് വേറെയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. അഡ്വഞ്ചർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി ഷെയർ ചെയ്യുക.